ഹലോ, വെൽക്കം ടു ക്യൂട്ടി പംകിൻസ്. അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ കുറച്ച് എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡിയോ ഡാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. എന്താ പറയുക, നല്ല വിലക്കുറവിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ എവിടെയൊക്കെ വാങ്ങിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. സംഭവം വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 മാസത്തിന് കൂടുതലായി. ഞാൻ വീഡിയോ ഒന്നും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇടാറില്ല. അതിൻ്റെ പേരിൽ നല്ല ലാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇത് ബ്ലൂബെറിയുടെ ചോക്കോ ആൽമണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ വാങ്ങിച്ചതൊന്നുമല്ല, നമ്മൾ ആദ്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് അവർ ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. ഞാനത് കഴിച്ചൊന്നും നോക്കിയിട്ടില്ല, പൊട്ടിച്ചിട്ട് പോലുമില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു. വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ വെച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്താണ്, ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് അവർ ഒരു സന്തോഷത്തോടെ ഞങ്ങൾക്ക് തന്നെ. കാരണം ഇത് ബോക്സ് പൊട്ടിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഇതായി കിട്ടിയത്. അത് കൊള്ളാമല്ലോ, സംഭവം കൊള്ളാമല്ലോ. നമ്മൾ പലയിടത്തുനിന്ന് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ താങ്ക് യു ഡിയോ ഡാപ്പ്. ഓക്കെ, പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ സംഭവം. നമുക്ക് അത്ര വലിയ ക്വാളിറ്റി ഒന്നും നോക്കണം. കാരണം വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ അളവൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് ഒന്നും അല്ല, ഇത് പ്ലാസ്റ്റിക് മോഡലാണ്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ അവിടെ 4 രൂപയ്ക്ക് 9 രൂപയ്ക്ക് അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. കുറേ പ്രോഡക്റ്റുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ സത്യത്തിൽ ഇതിനകത്ത് എന്താ പറയുക, ലാപ്ടോപ്പ് ഒന്നും ഇരിക്കില്ല, താങ്ങില്ല, വെയിറ്റ് താങ്ങില്ല. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, അതായത് ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി, എന്താണ്, എങ്ങനെയായിരിക്കും ഇതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ അത്ര വലിയ നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റില്ല. ആ രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ടാബൊക്കെ വെച്ച് നോക്കാമെന്ന് തോന്നുന്നു. കാരണം എൻ്റെ കയ്യിൽ ടാബ് ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഫോണ് വെച്ച് നോക്കിയിട്ടില്ല, കാരണം റിസ്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതും ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ ഇതാണ് വേറൊരു പ്രോഡക്റ്റ് കേട്ടോ. കണ്ടോ, അടുത്ത പ്രോഡക്റ്റ് ഇതൊരു ഹാങ്ങറാണ്. അതായത് നമുക്ക് ഈ കീ കാര്യങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന. കാരണം ഒരു കണ്ടിട്ട് നല്ലൊരു ക്ലാസി ലുക്ക്. ഞങ്ങളവിടെ ഓൾറെഡി അത് ഹാങ് ചെയ്തു. ഇത് വേറെയാണ്. ഇത് നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് അതായത് അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഹാങ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു സംഭവം കൂടി ഉണ്ട്. പശയാണ് എങ്ങനെയാ വെച്ചാൽ. പക്ഷേ ഇതും അത്ര ക്വാളിറ്റി ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ആട്ടമൊക്കെ അതിന് തുടങ്ങിയിട്ടുണ്ട്. അധികം താക്കൊന്നും നമ്മൾ തൂക്കിയിടുന്നില്ലെങ്കിലും അത്ര വെയിറ്റ് താങ്ങാനുള്ളൊരിതില്ല. പക്ഷെ കാണാൻ അടിപൊളിയാണ്. പ്ലാസ്റ്റിക്. ഇനി അടുത്തത് ഇതാ കുഞ്ഞിതായി കണ്ടോ, കൈകൾ ഇതുപോലെയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കേബിളൊന്ന് തൂക്കിയിടണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്തതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റേ കോഡ് വയർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്തെങ്കിലും ജസ്റ്റ് ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വലിയ വയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള
സംഭവമാണ്. എല്ലാം യെല്ലോ കളറാണ്, വേറെ കളേഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം അങ്ങനെ തന്നെ പറയണം. കാരണം ഈ ഡ്രസ്സ് തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹാങ്ങർ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എന്താ പറയുക, ഒരു ടവലിട്ടപ്പോൾ തന്നെ സംഭവം നിറഞ്ഞു. അതായത് ഇതിൻ്റെ നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഒരു കുഞ്ഞു സാധനമാണ്. ഭയങ്കര ഇത് കണ്ടപ്പോൾ ഞാൻ സത്യമായിട്ട് ഭയങ്കര ഷോക്കായിപ്പോയി. ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലായി പോയി, അങ്ങനെ പറ്റിപ്പോയി. പിന്നെ ഇതായത് നമുക്ക് നഖമൊക്കെ ഒന്ന് എന്താ പറയുക, ഞാൻ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്, കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചെന്നുള്ളൂ. നല്ല രസം, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതിനകത്ത് പിക്ചറൊക്കെ കളറൊക്കെ വന്നിട്ട് നല്ലതാണ്. ഞാൻ യൂസൊന്നും ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് ഞാൻ പറയാം. ഓക്കെ, പിന്നെ വാങ്ങിച്ചത് ഈ ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ ഇവിടെ ഞങ്ങൾ വേറൊരു ക്ലോക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിലേക്ക് ഇങ്ങനെ തൂക്കിയിടാം. കാരണം ഇതിൻ്റെ ഇതെല്ലാം 4 രൂപയാണോ എന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നതാണ്. ഭയങ്കര എന്താ പറയുക, 4 രൂപയ്ക്ക് ഇത് കിട്ടുമോ എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ 4 രൂപയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രൈസൊക്കെ നോക്കിയിട്ട്, അതായത് എന്താ പറയുക, വീഡിയോയിൽ ഞാനത് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് 4 രൂപ എന്നാണ് തോന്നുന്നത്. എനിക്ക് എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതായിരുന്നു. കാരണം നല്ല ലാഭമാണ്. നമുക്ക് എന്തെങ്കിലും, ഞാനിപ്പോൾ ഈ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. ഓക്കെ, അടുത്തത് നമ്മുടെ കുറച്ച് മെഷറിങ് കപ്പ്. പല കപ്പ് അളവുകളുണ്ട്. സ്റ്റാർട്ടിങ് 250 ml. നമ്മൾ നോർമലി ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം അവിടെ നിന്നാണ്. അത് തൊട്ട് 1/4 ടീസ്പൂൺ വേണ്ട, അതുവരെയാണ് ഉള്ളത്. സംഭവം ഒരു 10 പീസിൻ്റെ കപ്പ് സെറ്റ് കണ്ടോ, മെഷറിങ് കപ്പാണ് കണ്ടോ, സ്പൂൺ ആൻഡ് കപ്പ് ആ ഒരു ഇതിലാണ് വരുന്നത്. പക്ഷെ ഇതിനൊന്നും അത്ര ക്വാളിറ്റി കാണുന്നില്ല. കാരണം പലയിടത്തുനിന്നും എന്താ പറയുക, ഇങ്ങനെ സ്ക്രാച്ച് വീണ പോലെ, തേഞ്ഞു പോകില്ല, ഈ പാത്രമൊക്കെ തേഞ്ഞു പോകുന്നൊരു ആ ഒരു രീതിയിലാണ്. പിന്നെ എല്ലാത്തിൻ്റെയും ബെസ്റ്റ് നമുക്ക് പറയേണ്ട ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ല പൊടിയുണ്ട്. നല്ല പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡിയോഡാപ്പിൻ്റെ ബോക്സ് തുറക്കുമ്പോൾ എന്താ മുഖം ഒന്ന് മാസ്ക് വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ പൊടിയാണ്, നല്ല പൊടിയാണ്. വേറെ എല്ലാ പ്രൊഡക്റ്റിലും ആ പെട്ടിയിൽ നിറച്ച് ഫുള്ള് പൊടിയാണ്. അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ലൈറ്റ്. ഇത് നമുക്ക് എന്താ പറയുക, ചാർജിങ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ചാർജറിലൊക്കെ നമുക്ക് അതിൻ്റെ അഡാപ്റ്ററില്ലേ അതിനകത്തൊക്കെ ജസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് കത്തും. അത്രേ ഉള്ളൂ. ഇത് വെറുതെ ഒരു പ്രാന്തിന് വേണ്ടി വാങ്ങിച്ചതാണ്, വേറെ ഒന്നുമില്ല. എന്താ സംഭവമൊന്നും അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റിയിൽ വാങ്ങിച്ചതാണ്. അത്രേ ഉള്ളൂ, കുഞ്ഞൊരു സാധനം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായത് കുനിയിൽ കണ്ടിട്ടില്ലേ. ഇത് വേറെ പേരുകൾ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമുക്ക് ഇപ്പോൾ ഓയിൽ ഒഴിക്കാനോ അല്ലെ, ഇപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം, നമ്മൾ എന്താ പറയുക, അത് കവറിലേക്ക് ആക്കുമ്പോഴേക്കും ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സിലിക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, പോയി അങ്ങനെയാണ്. അപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇതും അങ്ങനെ തന്നെയാണ്. ഇതെന്തായാലും എനിക്ക് കുറച്ച് ഉപകാരപ്പെടും. കാരണം ഓയിലൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഒഴിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും. കുഴപ്പമില്ല. സ്ക്രാച്ച് അവിടെ ഉണ്ട് കേട്ടോ, പൊടി സ്ക്രാച്ചൊക്കെ ഇതിൽ നന്നായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിം കളിക്കില്ലേ,
ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇടും, അറിയാമല്ലോ മൂമെൻറ്റ്സ്. അതിന് വേണ്ടിയിട്ട് വിരലിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്, ഗെയിം കളിക്കുന്നവർക്കറിയാം, നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ നല്ലൊരു വൈബിന് കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇത് അങ്ങനെ ഒരു സംഭവം കവറിലൊക്കെയാണ്, അതുകൊണ്ട് വലിയ പൊടി കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഓക്കെ. അപ്പോൾ അടുത്തതും ഇതുപോലെ ഹാങ്കർ, ഞാൻ കൂടുതൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ, കുറച്ച് ഹാങ് ചെയ്തിടാൻ പറ്റിയ സംഭവങ്ങളാണ്. ഇത് 4 കളേഴ്സിലാണ് ഉള്ളത്. ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നതിന് പേരിൽ ഇത് തൂക്കൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പശ എങ്ങനെയാണ്, കൃത്യമായിട്ട് ഒട്ടുന്നുണ്ടോ, അങ്ങനെയുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരൊക്കെ അത് എടുക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി വേണം ഇതൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് നോക്കാനായിട്ട്, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അറിയാൻ. ഓക്കെ, ഇത് അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. എന്താ പറയുക, ഹാങ്ങറാണ്. ഞാൻ കൂടുതൽ ഹാങ്ങേഴ്സാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. ഞങ്ങൾ കുറച്ച് ഹാങ്ങൊക്കെ ചെയ്ത് നോക്കി, കുറച്ച് എന്താ പറയുക നിൽക്കുന്നുണ്ട്, കുറച്ച് ടൈം നിൽക്കുന്നുണ്ട്. പക്ഷെ അധികം വെയിറ്റ് താങ്ങുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് വീഴുന്നുണ്ട്. അല്ലാതെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എന്താ പറയുക യൂസ്ഫുള്ളാണിത്. എനിക്കിത് കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ സോഫ്റ്റ് സോപ്പ്, അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ എന്താ പറയുക കാണിച്ചല്ലേ, ഇതുണ്ടോ ഒരു സ്പോഞ്ച് പോലൊരു സംഭവം ഇത് കിട്ടും. ഇത് നമ്മൾ എന്താണ് വെള്ളത്തിൽ നനച്ച് കൈ കഴുകണം. ഞാൻ കഴുകി നോക്കിയായിരുന്നു, അത്ര വലിയ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. നോർമലി ഇത് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, എന്താ പറയുക ഈ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അത് വേറെ ഏതൊരു പ്രൊഡക്റ്റാണ്. അത് നല്ലതായിരുന്നു, അവരത് യൂസ് ചെയ്ത് കാണിച്ചായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. കാരണം നമുക്ക് കൈ കഴുകുമ്പോൾ പത വന്നാലേ ക്ലീൻ ആവുമെന്നല്ല, പക്ഷെ ഒരു നമുക്കത്ര നീറ്റായിട്ട് തോന്നിയില്ല. ഇതൊരു കുഞ്ഞൊരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണ് വെക്കാൻ പറ്റും. ഫോണിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടി വി കാണാം, വീഡിയോസ് കാണാം, അല്ലെങ്കിൽ എന്താ പറയുക ചാർജ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ അതിനൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇത് നല്ലതാണ്. ഞാനൊരു 3 വാങ്ങിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ 3 വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇതൊരു ഫോൺ സ്റ്റാൻഡ് തന്നെയാണ്. അത് കണ്ടപ്പോൾ ഒരു നല്ല രസമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ വെച്ച് നോക്കാം. ഇതിങ്ങനെ കാണിച്ചത് വേറൊന്നുമല്ല, ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അടുത്തത് വരുന്നുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പറയാം. അപ്പോൾ ഇത് കുറച്ച് നല്ല രസത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. പോന്നു വെയിറ്റ് കൊണ്ടാണോ എന്തോ, നമുക്കിങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ കുഴപ്പമില്ല, ഇരിക്കുന്നുണ്ട് എന്ന് പറയാം. ഇങ്ങനെ വെക്കുമ്പോൾ ഇരിക്കുന്നില്ല, അത് പോകുന്നു. അപ്പോൾ മറ്റേതുകൂടി ഞാൻ കാണിച്ചില്ല, അതുകൊണ്ട് ഇത് ഞാൻ കാണിച്ചില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്, 2 സൈഡും പ്രോപ്പറായിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡിയോഡാപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ. അത്ര വിലക്കുറവിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവം, എങ്ങനെയാണ് ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ വാങ്ങിച്ചതാണ്. വളരെ എന്താ പറയുക, നമുക്കത് വാങ്ങിച്ച് കഴിയുമ്പോഴാണ് കുറേ നല്ല സ്ക്രാച്ചും കാര്യം, പിന്നെ അത്ര വിലക്കുറവാണ്, അത് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ചില പ്രൊഡക്റ്റ് നമുക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്.
9 രൂപ 4 രൂപ എന്നൊക്കെ പറയുമ്പോൾ ചില സംഭവങ്ങളെല്ലാം അല്ല, ചില സംഭവങ്ങൾ എന്താ പറയുക നല്ല നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡെക്കറേഷൻ ചെയ്യാനുള്ളവർക്കൊക്കെ അതൊക്കെ ഭയങ്കര ഉപകാരമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാം അങ്ങനെ മോശമാണെന്നൊന്നുമില്ല, പക്ഷേ ഈ പൊടിയാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ തുമ്മൽ ചീറ്റലൊക്കെ ഉള്ള ആൾക്കാർ മാസ്ക് യൂസ് ചെയ്യുക, എന്നിട്ട് ഇത് തുറന്നാൽ മതി. അവസാനം ഞങ്ങൾ പറഞ്ഞിട്ട് തുറന്ന് തുമ്മി ചീറ്റി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. പേടിക്കേണ്ട, ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടും. ഞാൻ ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയാം, എന്നാലും ജസ്റ്റ് ഞാനതൊന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്. എല്ലാവരും അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.